ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. ഏവർക്കും കൃപയും സമാധാനവും. ദേവാലയ ശുദ്ധീകരണത്തെക്കുറിച്ചാണ് വചനം നമ്മെ ഇന്ന് ഓർമ്മിപ്പിക്കുക. നാം ഓരോരുത്തരും ദേവാലയമാണെന്നും ദേവാലയം ശുദ്ധീകരിക്കപ്പെടേണ്ടതാണെന്നും വചനം നമ്മോട് പറയുന്നു. ശുദ്ധീകരിക്കപ്പെടണം എന്ന് പറയുമ്പോൾ എന്തിൽ നിന്ന് ശുദ്ധീകരിക്കണം എന്നതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാകണം. മാലിന്യമായി നമ്മെ ഇന്ന് മൂടുന്നത് എന്താണ്? നിശ്ചയമായും ലോകാധിപത്യം ആധ്യാത്മിക മേഖലയെ കീഴ്പ്പെടുത്തുന്ന ഒരു അനുഭവമാണ് ആനുകാലിക സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റുക. നമ്മുടെ വ്യക്തി ജീവിതത്തിലായാലും സാമൂഹ്യ ജീവിതത്തിലായാലും സമ്പത്ത് വലിയ സ്ഥാനം നേടുന്നു. സമ്പത്ത് കേന്ദ്രീകൃതമായി പോകുന്നുണ്ട് നമ്മുടെ ലോകമെന്നത് ആർക്കും നിഷേധിക്കാനാവാത്ത കാര്യമാണ്. ഈ അടുത്ത് 2 പാസ്റ്റർമാരുടെ സംഭാഷണങ്ങൾ കേൾക്കാനിടയായി. ഒന്ന്, നിങ്ങൾ വേണ്ടവിധം കാഴ്ചവെച്ചില്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്തിന് ഞാൻ വിലക്കും എന്ന് പറയുന്ന ഒരു പാസ്റ്ററുടെ ധിക്കാരാണ്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ സ്വസ്ത്രക്കാഴ്ച മര്യാദയ്ക്ക് ഇട്ടില്ലെങ്കിൽ ഇതിനെതിരെ കുറ്റം പറഞ്ഞാൽ നിങ്ങളുടെ അഭിവൃദ്ധിയെ ഞാൻ തടയും. ദൈവം എനിക്കതിന് അധികാരം തന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറയാം. മറ്റൊരിടത്ത്, പുതിയ നോട്ടുകൾ നിങ്ങൾ നിക്ഷേപിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് കൊടുക്കുമ്പോൾ പുതിയ നോട്ടുകൾ കൊടുക്കണം. ഞാൻ എൻ്റെ മക്കൾക്കും കൊടുക്കുന്നത് പുതിയ നോട്ടാണ്. ആ പുതിയ നോട്ട് കാണുമ്പോൾ അവരുടെ കണ്ണുകളിൽ ഒരു തിളക്കം ഞാൻ കാണുന്നുണ്ട് എന്ന് ഒരു പാസ്റ്റർ അഭിമാനപൂർവ്വം പറയാണ്. നോട്ടെണ്ണാനുള്ള മെഷീനൊക്കെ സ്വസ്ത്രക്കാഴ്ച എണ്ണുന്നതിനായി തൻ്റെ പക്കലുണ്ട് എന്ന് പറയുന്ന ഒരാളാണ് ഇത് പറയുന്നത്. ക്രൈസ്തവ ആധ്യാത്മികതയെക്കുറിച്ചാണ് പ്രഘോഷണം. ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിക്കണമെന്ന് പഠിപ്പിക്കാനാണ് ഈ പ്രഘോഷണങ്ങളും സുവിശേഷ വേലയും. പറയുന്നത് പണമുണ്ടാകുന്നതിനെ കുറിച്ചാണ്. ദാരിദ്ര്യം ദൈവം അനുഗ്രഹിക്കാത്ത കാര്യമാണെന്നും അംഗീകരിക്കാത്ത കാര്യമാണെന്നും ദരിദ്രരുണ്ടാകുന്ന ദൈവത്തിന് ഇഷ്ടമല്ലെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഞാനിത് പറഞ്ഞത് ആരെങ്കിലും ആക്ഷേപിക്കാനോ ഏതെങ്കിലും വിഭാഗത്തിന്റെ ഭാഗത്ത് പ്രശ്നമുണ്ടെന്ന് പറയാനല്ല. നമ്മുടെ ആധ്യാത്മിക സരണിയെ ആകെ മൂടുന്ന ഒരു വിപത്തായി സമ്പത്തിനെ നാം തിരിച്ചറിയുന്നില്ല എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിന്റെ പരമമായ കേന്ദ്രം ക്രിസ്തുവായി മാറണം. അവരനെ സ്നേഹിക്കുന്നതായി മാറണം. സ്നേഹമെന്ന മൂല്യത്തിലും സത്യമെന്ന മൂല്യത്തിലും അധിഷ്ഠിതമാകണം. സ്നേഹത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല. ക്രിസ്തു സ്നേഹമാണ് പരമമായ സ്നേഹം, യാകുമെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് സുവിശേഷ പ്രഘോഷണം. ആ സുവിശേഷ പ്രഘോഷണം കേന്ദ്രീകരിക്കുന്നത് സ്വസ്ത്രക്കാഴ്ചയിലും സമ്പത്ത് കേന്ദ്രീകൃത അവസ്ഥയിലുമാണെന്ന് വന്നാൽ അതിൻ്റെ പിറകിൽ കളിക്കുന്ന സാമ്പത്തിക ആധിപത്യത്തിന്റെ ശക്തിയെ നമ്മൾ തിരിച്ചറിയണം. ലോകത്തിന്റെ മൂല്യബോധപ്പെടുന്ന സമ്പത്തിലാണ്. എന്തുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പണ്ടൊക്കെ നീ ആരാണ് എന്നതായിരുന്നു പ്രധാനം. ഒരു അധ്യാപകനാണെന്ന് പറയുമ്പോൾ ഒരു ബഹുമാന്യത ഉണ്ടായിരുന്നു. ഇന്ന് കയ്യിൽ എന്തുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കയ്യിൽ എന്തെങ്കിലും ഉള്ളവനാണ്, മടിയിൽ കനമുള്ളവനാണ് ബഹുമാന്യൻ എന്ന നിലയ്ക്ക് വരുന്നു. സമ്പത്തുള്ളവന്റെ മറ്റു പ്രവൃത്തികളൊക്കെ മാറ്റിവെക്കപ്പെടുന്നു. സമ്പത്താണ് ഒരുവന്റെ മൂല്യം നിർണ്ണയിക്കുന്നത്. ഇങ്ങനെ സമ്പത്ത് മൂല്യം നിർണ്ണയിക്കുന്ന ഒരു ലോക വ്യവസ്ഥയ്ക്കകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ വിടവ് വർദ്ധിക്കുന്നു. ഉള്ളവൻ ബഹുമാനിതനായി കണക്കാക്കപ്പെടുന്നു. അവന്റെ പ്രവൃത്തികളൊന്നും പരിഗണിക്കപ്പെടുന്നില്ല. അവന്റെ കയ്യിൽ സമ്പത്തുണ്ട്, അത് മൂല്യവത്താണെന്ന് ലോകം പറയാം. ഇത്തരത്തിൽ ലോകം മനുഷ്യത്വഹീനമായി പെരുമാറിപ്പോകുമ്പോൾ അല്ലെങ്കിൽ അധപ്പതിച്ചു പോകുമ്പോൾ അതിനെതിരെ ക്രിസ്തുവിന്റെ വെളിച്ചം പ്രകാശിക്കേണ്ടത് സമ്പത്തിൽ നിന്ന് എത്രത്തോളം അകലം പാലിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ സമ്പത്തിനെ നിസാരവൽക്കരിച്ചുകൊണ്ടാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ബോധ്യമില്ല. സമ്പത്ത് എന്നത് അവനവൻ ആർജിച്ചെടുക്കാവുന്നതാണെന്നും ഈ ആർജിച്ചെടുക്കുന്നത് അവനവന്റെ മേന്മയാണെന്നും കരുതുന്ന തരത്തിൽ നമ്മുടെ മൂല്യബോധം മാറിപ്പോകുമ്പോൾ യഥാർത്ഥ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകും. സമ്പത്തും അധികാരവും കൂടിക്കുഴഞ്ഞൊരു കാര്യമാണ്. സമ്പത്ത് അധികാരത്തെ നിർമ്മിക്കും, അധികാരം സമ്പത്തിനെ പ്രോത്സാഹിപ്പിക്കും. അവ രണ്ടും ചേർന്ന് പ്രശസ്തി ഉണ്ടാക്കും. ഇത്തരത്തിൽ ലോകകേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥ സഭാസമൂഹത്തെയും കാർന്നു തിന്നുന്നുണ്ട്. 1940 തുടങ്ങിയ സമ്പത്തിന്റെ സുവിശേഷത്തിന്റെ അധിനിവേശം സഭയ്ക്കകത്ത് വ്യക്തമായി സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഭാതർക്കങ്ങളൊക്കെ പരിശോധിച്ച് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെയൊക്കെ അടിസ്ഥാനമായി നിലനിൽക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് സമ്പത്താണ്, 2 അധികാരമാണ്. സമ്പത്തും അധികാരവും ചേർന്ന് സഭയെ പീഡിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ദേവാലയങ്ങളായാലും നമ്മുടെ സഭാ സംവിധാനങ്ങളായാലും സമ്പത്ത് ആർജിക്കുകയും അതിന്മേൽ അടയിരിക്കുകയും ചെയ്യുന്നവരായിട്ട് മാറുന്നു. നിങ്ങൾ ദരിദ്രരാകണമെന്ന് എല്ലാവരോടും പറയാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ദാരിദ്ര്യം പരമമായ പുണ്യമാണെന്ന് പറയാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? സമ്പത്ത് കയ്യിലുള്ളവൻ അത് പറയാൻ സാധ്യമല്ല. സമ്പത്ത് കയ്യിലുള്ള സഭയ്ക്ക് ഒരിക്കലും മനുഷ്യരോട് സമ്പത്തല്ല പ്രധാനം, ക്രിസ്തുവാണ് പ്രധാനം എന്ന് പറയാൻ സാധ്യമല്ല.
അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ സമ്പത്ത് ആധിപത്യം പുലർത്തുന്നു, സമ്പത്ത് പരമമായ കാര്യമായിട്ട് മാറുന്നു. ഈ വിദേശത്തേക്കൊക്കെ ആളുകൾ പോകുന്നതിന്റെ പുറകിലുള്ള എന്താ? ഒരു സാമ്പത്തിക സുരക്ഷിതത്വം അവർ തേടുന്നുണ്ട്. സാമ്പത്തിക സുരക്ഷിതത്വവും ലോകത്തിന്റെ ആധിപത്യത്തിനോടുള്ള അഭികാമ്യതയും ഏറി വരുന്നു. അതിനെ നിഷേധിക്കാനായി നിങ്ങൾ അങ്ങനെ പോകരുത് എന്ന് പറയുകയല്ല. എന്താണ് ജീവിതത്തിന്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയാൻ നമുക്ക് കഴിയണം. അധ്വാനിച്ച് സമ്പത്ത് ഉണ്ടാക്കുന്നതാണ് ജീവിത വിജയമെങ്കിൽ ക്രിസ്തു അവിടെ അപ്രസക്തമായി പോകും. യേശു ഭൂമിയിൽ വന്നിട്ട് അധ്വാനിക്കാതിരിക്കുന്നില്ല, പക്ഷേ അധ്വാനം മുഴുവനും അവരെ നന്മയ്ക്കായിട്ട് മാറ്റുന്നു. ഒരു ഗാന്ധി പറയും, അവനവന് വേണ്ടി ഒരുവൻ അധ്വാനിച്ചാൽ അത് ഭൗതികതയും, അവരന് വേണ്ടിയാണ് അധ്വാനമെങ്കിൽ അത് ആധ്യാത്മികതയും. ആത്മീയ പുണ്യങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അന്ധമായി പോകുന്നുണ്ട് നമ്മുടെ ജീവിതം. ഈ 5-ാം മണ്ഡപത്തിൽ, യേശു പ്രസംഗിക്കാൻ ചെല്ലുന്ന 5-ാം മണ്ഡപത്തിൽ പ്രാവുകളെയും ആടുകളെയും ഒക്കെ വിൽക്കുന്നവരും നാണയമറ്റക്കാരും ഒക്കെ കീഴടക്കുന്നത് ജെറുസലേം ദേവാലയത്തിനകത്ത് സാമ്പത്തികാധിപത്യം അരങ്ങേറുമ്പോഴാണ്. യേശു പ്രസംഗിക്കുന്ന 5-ാം മണ്ഡപത്തിൽ ദരിദ്രരും വിധവകളൊക്കെയാണ് വരിക. അപ്പൊ അങ്ങനെ വരുന്നവരുടെ കയ്യിൽ നിന്ന് ഏറെയൊന്നും പ്രതീക്ഷിക്കാനില്ല. ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് തുക കുറവായിരിക്കും. അതുകൊണ്ടാണ് അവിടെ വാടകയ്ക്ക് കൊടുക്കുന്നത്. അവിടെ ചെന്നിട്ടാണ് യേശു ഇവരെ അടിച്ചു പുറത്താക്കുന്നത്. അങ്ങനെ അടിച്ചു പുറത്താക്കുന്നതിന്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമ്പത്ത് പരമകേന്ദ്രത്തിലേക്ക് വരുന്നു. ദേവാലയം ദൈവത്തിന്റെ ആലയമാണ്, ദൈവം വസിക്കുന്നിടമാണ്. ദൈവം വസിക്കുന്നിടത്ത് സമ്പത്ത് കടന്നുകൂടുന്നു. സമ്പത്തും ദൈവവും ഒരേപോലെ ആരാധനാ വിഷയമാക്കുക സാധ്യമല്ല. ഒന്നുകിൽ മാമോനെ അല്ലെങ്കിൽ യേശുവിനെ, രണ്ടിലൊന്നിനെ യജമാനായി സ്വീകരിക്കാൻ കഴിയും. സഭയുടെ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് കൂദാശകളാണ്. ശരിക്കും കൂദാശകളിലാണ് സ്ഥാപിതമാകുന്ന സഭ. സഭയുടെ സ്ഥാപനങ്ങളായ കൂദാശകൾക്ക് പകരം സഭയ്ക്ക് അനവധിയായ സ്ഥാപനങ്ങൾ ഉണ്ടാകും. ഇതൊരു വളർച്ചയായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുക. വലിയ വലിയ ആശുപത്രികൾ ഉണ്ടാകുന്നു, വലിയ വലിയ കോളേജുകളും പഠന കേന്ദ്രങ്ങളും ഉണ്ടാകുന്നു. അതെല്ലാം ഒരു മേന്മയായിട്ട് നമ്മൾ കരുതുക, ഒരു അസറ്റായിട്ട് നമ്മൾ കരുതുക. യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിന്റെ നിക്ഷേപം അവിടെയാണ്, അത് മറ്റുള്ളവരിൽ ഉണ്ടാകേണ്ടതാണ്. മിസ്റ്റർ ലോറൻസിനെ റോമ പ്രീഫെക്റ്റ് മതപീഡന കാലത്ത് തന്റെ മുൻപിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. പറയുന്നത്, നിന്റെ സമ്പത്ത് മുഴുവൻ, സഭയുടെ സമ്പത്ത് മുഴുവൻ എൻ്റെ മുൻപിൽ നാളെ 10 മണിക്ക് ഹാജരാക്കണമെന്നാണ്. ലോറൻസ് ആകെ ഉണ്ടായിരുന്ന വെള്ളിക്കാലുകളും തിരിക്കാലുകളും ഒക്കെ വിറ്റ് അത് സഭാംഗങ്ങൾക്കായിട്ട് വീതിച്ചു കൊടുത്തു. പരമദരിദ്രരാണ് സഭയിലുള്ളത്, അവർക്കായിട്ട് വീതിച്ചു കൊടുത്തു. പിറ്റേന്ന് ഈ പറഞ്ഞ അജഗണവുമായിട്ട് ലോറൻസ് റോമ പ്രീഫെക്റ്റിന് മുമ്പിൽ ചെല്ലുകയാണ്. പ്രീഫെക്റ്റ് ചോദിച്ചു, എവിടെ സമ്പത്ത്? ഈ ജനത്തെ ചൂണ്ടിക്കാട്ടി ലോറൻസ് പറഞ്ഞു, ഇവരാണ് സമ്പത്ത്. അത് കേൾക്കുമ്പോൾ റോമ പ്രീഫെക്റ്റിന് ഹാലിളകുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, അവനെ പിടിച്ച് പഴുത്ത ഇരുമ്പ് പലയുടെ മുകളിൽ കിടത്തുക. വളരെ സന്തോഷത്തോടെ ആ ഇരുമ്പ് പലകയുടെ മുകളിൽ കയറി കിടക്കുകയും ഒരു പുറം കരിയുമ്പോൾ അവിടെ കിടന്നുകൊണ്ട് എൻ്റെ മറുപുറം കൂടി കരിക്കണമേ എന്ന് പറഞ്ഞ ഒരാളാണ് മിസ്റ്റർ ലോറൻസ്. ലോറൻസ് ചൂണ്ടിക്കാട്ടിയത് ഈ ത്യാഗം മാത്രമല്ല, സമ്പത്ത് ആരാണെന്ന് പറയുന്നുണ്ട്. ഈ ജനമാണ് സമ്പത്ത്. സഭയുടെ സമ്പത്ത് ജനമല്ലാതായി മാറുകയും സഭയുടെ സമ്പത്ത് സഭ ഇന്നുവരെ സ്വരൂപിച്ച ധനമായി മാറുകയും ചെയ്യുന്നു. സഭയുടെ സമ്പത്ത് ഇപ്രകാരം ധനമായി മാറിയപ്പോൾ ആ ധനത്തിന് മീതെ അടയിരിക്കുന്ന ആധിപത്യം ഉണ്ടാകുന്നു. സമ്പത്തിനെ നിയന്ത്രിക്കണമെങ്കിൽ എപ്പോഴും ഒരു ആധിപത്യ സ്വഭാവം ആവശ്യമുണ്ട്. മനുഷ്യരെ സ്നേഹിക്കണമെങ്കിൽ ആധിപത്യം വേണ്ട. മനുഷ്യരെ സ്നേഹിക്കുമ്പോൾ ശുശ്രൂഷ സ്ഥാനവും സമ്പത്തിനെ കൈകാര്യം ചെയ്യുമ്പോൾ ആധിപത്യ സ്വഭാവം ഉണ്ടാവും. ഈ ആധിപത്യ സ്വഭാവവും അധികാരബോധവും കൂടിക്കലർന്നിട്ടാണ് സഭയ്ക്കകത്ത് തർക്കവിതർക്കങ്ങൾ ഉണ്ടാകുന്നത്. ഇത് സഭയ്ക്കകത്ത് മാത്രമല്ല, കുടുംബങ്ങൾക്കകത്തായാലും വ്യക്തിബന്ധങ്ങൾക്കകത്തായാലും സമ്പത്ത് ആധിപത്യം പുലർത്താൻ തുടങ്ങിയാൽ മനുഷ്യത്വം ഹനിക്കപ്പെടും. അതുകൊണ്ടാണ് ദേവാലയ ശുദ്ധീകരണത്തെ അവനവന്റെ ശുദ്ധീകരണവുമായി ബന്ധപ്പെടുത്തി പറയുക. നമ്മുടെ മനോഭാവങ്ങളാണ് നമ്മെ ഭരിക്കുന്നത്. നമ്മുടെ മനോഭാവത്തിൽ സമ്പത്താണ് പരമപ്രധാനമെങ്കിൽ നമുക്ക് പിന്നെ ലാഭേച്ഛ ഉണ്ടാകും, നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നോക്കും. നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ കയ്യിലുള്ളത് വിട്ടുകൊടുക്കാതിരിക്കണം. നിന്നെ തന്നെ അവരന് കൊടുക്കുക എന്ന ധർമ്മമാണ് ക്രൈസ്തവ ആധ്യാത്മികത. അത് കൊടുക്കാതിരിക്കാൻ കഴിയുന്നതാണ് ശ്രേഷ്ഠമെന്ന് പറയുന്നതാണ് സമ്പത്തിന്റെ ആധ്യാത്മികത. സമ്പത്തും ഒരു ആധ്യാത്മിക ഭാവം പുലർത്തുന്നുണ്ട്. അതെങ്ങനെയാണ്? അവനവൻ കേന്ദ്രീകൃതമായി, സമ്പത്ത് കേന്ദ്രീകൃതമായ ഒരു ജീവിതം ഉണ്ടാകുക, നഷ്ടങ്ങളില്ലാത്തൊരു ജീവിതം, നേട്ടങ്ങൾ പ്രധാനപ്പെട്ടതായി കരുതുക. ആ നേട്ടമാകട്ടെ ഈ ലോകത്തുള്ളതായിട്ടും. യഥാർത്ഥത്തിൽ നേട്ടമുണ്ടാകേണ്ടതും നിക്ഷേപം ഉണ്ടാകേണ്ടതും ദൈവസന്നിധിയിലാണ്. അങ്ങനെ ദൈവസന്നിധിയിൽ നേട്ടം ഉണ്ടാകുന്നതിന് പകരം, നിക്ഷേപം ഉണ്ടാകുന്നതിന് പകരം ഇവിടെ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുന്നു. സന്യാസം അപജയപ്പെടുന്നത് ഇപ്രകാരം
സമ്പത്ത് കേന്ദ്രീകൃതമായി പോകുമ്പോഴാണ്. ദാരിദ്ര്യം പറഞ്ഞ ഫ്രാൻസിസിന്റെ സ്ഥിതി ഇന്ന് എന്താണ്? ഫ്രാൻസിസിന്റെ ആധ്യാത്മികത സമ്പത്ത് കേന്ദ്രീകൃതമായിട്ടുണ്ടോ? ഫ്രാൻസിസ് സഭയ്ക്കകത്ത് സമ്പത്തും ആഡംബരഭ്രമവും കൊടികുത്തി വാഴുന്ന ഒരു കാലത്താണ് ദാരിദ്ര്യം പ്രഘോഷിച്ചുകൊണ്ട് രംഗത്തേക്ക് വരിക. അപ്രകാരം ദാരിദ്ര്യം പ്രഘോഷിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്ന ഫ്രാൻസിസിന്റെ പേരിലുണ്ടായ സഭകൾ പിന്നീട് സമ്പത്ത് കേന്ദ്രീകൃതമായി മാറുന്നു. ക്രമേണ നിരന്തരമായി ക്രിസ്തുവിലേക്ക് പ്രയാണം ചെയ്യാതെ പോകുമ്പോൾ, അല്ലെങ്കിൽ ക്രൈസ്തവ ബോധം നിലനിർത്തി ഈ ലോകത്തെ കാണാതെ പോകുമ്പോൾ അറിയാതെ തന്നെ പിന്നൊഴുക്കുകൾ ഉണ്ടാവും, തിരികെ ഒഴുക്കുകൾ. ആ തിരികെ ഒഴുക്കിന്റെ ഫലമാണ് ദരിദ്രരുടേതായിരുന്ന ഒരു സഭ സമ്പന്നരുടെ സഭയായി മാറാനുള്ള ശ്രമം. അഡ്മിനിസ്ട്രേറ്റർമാർ വേണ്ടിവരുന്ന എവിടെയാണ്? അത് എന്തെങ്കിലും ഉണ്ടാകുമ്പോഴാണ്. അതിനെ ഭരിക്കാൻ ആൾ വേണ്ടിവരും. മനുഷ്യരെ ഭരിക്കുകയല്ലോ, മനുഷ്യരെ ശുശ്രൂഷിക്കുകയല്ലേ ചെയ്യുക. മാർപ്പാപ്പ പറയുന്നു, ഞാൻ അടിമകളുടെ അടിമയാണ്. നമ്മളൊക്കെ ലോകത്തിന് ശുശ്രൂഷിക്കുന്ന അടിമകളാണ്, ദൈവത്തിന്റെ അടിമകൾ. നമ്മെ ശുശ്രൂഷിക്കുന്ന അടിമയാണ് അജപാലകൻ. അപ്രകാരം അജപാലകരെ എല്ലാം ശുശ്രൂഷിക്കുന്ന, എല്ലാവരെയും ശുശ്രൂഷിക്കുന്ന ഒരാളായിട്ട് മാർപ്പാപ്പ സ്വയം കരുതുന്നു. നമ്മളാകട്ടെ എല്ലാവരുടെ മേലും ആധിപത്യം പുലർത്തുന്ന ഒരാളായിട്ട് സ്വയം തിരിച്ചറിയുന്നു. ഇപ്രകാരം തിരിച്ചറിവുണ്ടാകുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അവനവനിൽ രൂഢമൂലമായിട്ടുള്ള സമ്പത്തിലും അധികാരത്തിലുമുള്ള പ്രിയമാണ്. സമ്പത്തും അധികാരത്തിലുമുള്ള പ്രിയമാണ് ഇന്ന് സഭയിൽ കാണുന്ന, ഏത് സഭാ വിഭാഗങ്ങൾക്കകത്തും കാണുന്ന തർക്കങ്ങളുടെ അടിവേര് നമുക്ക് കാണാൻ പറ്റും. ആശയപരമായ തർക്കങ്ങളല്ല. ക്രിസ്തുവിനെ സംബന്ധിച്ച് തർക്കമില്ല. യേശുക്രിസ്തു ഈ ലോകത്തേക്ക് വന്നുവെന്നും മനുഷ്യനായി അവതരിച്ചുവെന്നും അവൻ കുരിശിൽ മരിച്ചുവെന്നും അവൻ വഴി രക്ഷ ഉണ്ടായെന്നും പറയുന്ന യാതൊരു തർക്കവും ആരും തമ്മിലില്ല. എന്തിനെ സംബന്ധിച്ചാണ് തർക്കമുള്ളത്? തർക്കം ആധിപത്യത്തെ സംബന്ധിച്ചാണ്. ആർക്കാണ് അധികാരം എന്നതിനെ സംബന്ധിച്ചാണ്. ആരാണ് ഭരിക്കുക എന്നതിനെ സംബന്ധിച്ചാണ്. സമ്പത്ത് എവിടെയാണ് കുമിഞ്ഞുകൂടുന്നതിനെ സംബന്ധിച്ചാണ്. സ്ഥാപനങ്ങളൊക്കെ നിർമ്മിച്ച് ആ സ്ഥാപനങ്ങളൊക്കെ ലാഭകരമായി പ്രവർത്തിക്കുമ്പോൾ വിജയം വരിച്ച ആളായിട്ട് കരുതപ്പെടുന്നു. അങ്ങനെ സ്ഥാപനങ്ങൾ ഭരിക്കുന്നവരായി നമ്മൾ ക്രമേണ മാറുന്നു. പൗരോഹിത്യം ശുശ്രൂഷാ കേന്ദ്രമാണ്, അത് കേവലം സർവീസായിട്ട് മാറുന്നു. ശുശ്രൂഷ എന്നാൽ മിനിസ്റ്ററിംഗ് ആണ്. മിനിസ്റ്ററിംഗ് എന്ന് വെച്ചാൽ അവരിന് വേണ്ടി സ്വയം സമർപ്പിക്കുന്ന പ്രവൃത്തിയാണ്. അങ്ങനെ പാസ്റ്ററിംഗ് നഷ്ടപ്പെടുന്നു, ഇടയധർമ്മം നഷ്ടപ്പെടുന്നു. ഇടയധർമ്മം നഷ്ടപ്പെട്ട് പലപ്പോഴും നമ്മൾ അധികാരമായിട്ട് മാറുന്നു. ഇതൊക്കെ ഭരിച്ചു കൊണ്ടുപോകുന്ന ആളുകളായിട്ട് മാറുന്നു. ഇത് പുരോഹിതർക്ക് മാത്രം സംഭവിക്കുന്ന, അല്ലെങ്കിൽ സഭയ്ക്കകത്ത് അതിന്റെ നേതൃത്വത്തിൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. അത് വ്യക്തിജീവിതത്തിലും ബാധിക്കുന്നുണ്ട്. കുടുംബത്തിനകത്ത് ഇങ്ങനെ ആധിപത്യ സ്വഭാവം ഉണ്ടാകുന്നു, സമ്പത്ത് കേന്ദ്രീകൃതമായ സ്വഭാവം ഉണ്ടാകുന്നു, പണമാണ് മൂല്യമെന്ന് വരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വിദേശത്തേക്കൊക്കെ പോകുന്നതിന്റെ പുറകിലുള്ളത് അവരുടെ മനസ്സിനെ ഇന്ന് ഭരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൊണ്ടാണ്. ഒന്ന്, സമ്പത്ത് പ്രധാനപ്പെട്ടതായി മാറുന്നു. സമ്പത്തിന്റെ വിനിയോഗത്തെ സംബന്ധിച്ച് ആധ്യാത്മികതകൾ നമ്മെ പഠിപ്പിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. ഈജിപ്റ്റ് മരുഭൂമിയിൽ താമസിച്ചിരുന്ന യൂക്രിസ്തു ദമ്പതികൾ വിവാഹിതരായി അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് മരുഭൂമിയിൽ കഴിയാണ്. അങ്ങനെ മരുഭൂമിയിൽ കഴിയുന്ന സമയത്ത് രണ്ട് സന്യാസിമാർ തമ്മിൽ തർക്കമുണ്ടായി. തർക്കം ഇതാണ്: ആരാണ് പുണ്യയോഗ്യതയിൽ മെച്ചപ്പെട്ടവർ? അപ്പൊ പുണ്യയോഗ്യതയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ മരുഭൂമിയിലെ യൂക്രിസ്തു ദമ്പതികളെ പോയി കാണാനായിട്ട് സന്യാസി ഉപദേശിക്കുക. അങ്ങനെ അവർ യൂക്രിസ്തു ദമ്പതികളുടെ വീട്ടിൽ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ യൂക്രിസ്തു ദമ്പതികളിൽ ഭാര്യ മാത്രമേ ഉള്ളൂ. അവൾ പറഞ്ഞു, ഭർത്താവ് ഇങ്ങനെ ആട് മേയ്ക്കാൻ പോയേക്കാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഭർത്താവിനെ കാണുന്നതിൽ ഒരു കാര്യം പറഞ്ഞാൽ മതി, നിങ്ങളുടെ പുണ്യയോഗ്യത എന്താണ്? അവൾ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, അദ്ദേഹം ആട് മേയ്ക്കാൻ പോയേക്കാണ്, തിരിച്ചു വരട്ടെ, അദ്ദേഹം പറയും. യൂക്രിസ്തു തിരികെ വരുമ്പോൾ സന്യാസിമാർ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ പുണ്യം? അദ്ദേഹം അതിന് തടസ്സം നിൽക്കുകയാണ്. പറഞ്ഞു, ദൈവം പറഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്, ഇത് വെളിപ്പെടുത്താതിരിക്കുന്നത് ശരിയല്ല എന്ന് നിർബന്ധിക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ച് പുണ്യമൊന്നുമില്ലെന്നാണ് യൂക്രിസ്തു പറയുക. ഞാൻ ആട് മേയ്ക്കാൻ പോകും, ആട് മേയ്ച്ച് കിട്ടുന്നതിൻ്റെ 1/3 അഗതികൾക്ക്, 1/3 അതിഥികൾക്ക്, 1/3 ഞങ്ങളുടെ ജീവിത ചെലവിന്. രാത്രികാലങ്ങളിൽ ഞങ്ങൾ ചാക്കുടുത്ത് കഴിയും. ദമ്പതിമാരാണ് ഞങ്ങൾ, പക്ഷേ വിരക്തി പ്രാപിച്ച് ഞങ്ങൾ ജീവിക്കും. ഇത്രയൊക്കെ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ എന്ന് പറയാം. യഥാർത്ഥത്തിൽ ആലോചിക്കണം, മനുഷ്യൻ ഈ ലോക സുഖങ്ങളെയും സമ്പത്തിനെയും പ്രധാനപ്പെട്ടതായി കരുതാതെ അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നും അവരന് വേണ്ടി കൊടുക്കുന്നതാണ് പ്രധാനമെന്നും കരുതുകയും അവനവന്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നതാണ് പുണ്യമാതൃക എന്നാണ് യൂക്രിസ്തു ദമ്പതികൾ പഠിപ്പിക്കുന്നത്. നമ്മുടെ വ്യവഹാര ഭാഷ ഇന്ന് മാറിയിട്ടുണ്ട്. നമ്മൾ കണക്ക്
കൂട്ടലുകളിലാണ് ജീവിക്കുക. സമ്പത്ത് എത്രയുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഭക്തി പോലും കച്ചവടച്ചരക്കായി മാറുന്നത് ആനുകാലിക ലോകത്ത് നമുക്ക് കാണാം. അതുകൊണ്ട് മനോഹരങ്ങളായ ദേവാലയങ്ങൾ, ആർഭാടങ്ങളായ ദേവാലയങ്ങൾ, ആർഭാടങ്ങളായ തിരുനാള ആചരണങ്ങൾ, അവയൊക്കെ നടത്താൻ നമുക്ക് കഴിയും. കാരണം പണമാണ് പ്രധാനം. പണം ഉപയോഗിച്ചുള്ള കാര്യങ്ങളല്ലാതെ ഹൃദയപരമായ ബന്ധത്തിൽ എത്രത്തോളം നമുക്ക് വളരാൻ കഴിയുന്നുണ്ട്. സമ്പത്താണ് പ്രധാനമെന്ന് വരുമ്പോൾ യഥാർത്ഥത്തിൽ ആധ്യാത്മികത നഷ്ടപ്പെട്ടു പോകുന്നു. ഈശോ ദേവാലയം ശുദ്ധീകരിക്കുമ്പോൾ അത് അവനവന്റെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട ഒന്നായി കാണണമെന്ന് കൊറിന്ത്യർ ലേഖനം പഠിപ്പിക്കുന്നുണ്ട്. 1 കൊറിന്ത്യർ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 19-ാം തിരുവചനം പറയും, നിങ്ങളുടെ ശരീരമാണ് ദൈവത്തിന്റെ ആലയം. നമ്മുടെ ആത്മാവും ശരീരവും മനസ്സും ദൈവത്തിൻ്റെതാണെന്ന ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആത്മീയ വഴി മുൻപോട്ട് പോകാൻ കഴിയുക. നമ്മൾ ഇപ്പൊ സഭയ്ക്കകത്തുള്ള സാമ്പത്തിക തർക്കങ്ങളെ സംബന്ധിച്ചോ ലോകത്ത് സമ്പത്ത് ആധിപത്യം നേടുന്നതിനെ സംബന്ധിച്ചോ പറയുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ വ്യക്തി ജീവിതത്തിൽ സമ്പത്ത് പ്രമാണിക്കപ്പെടുന്നുണ്ടോ? ദൈവമാണോ പരമപ്രധാനം, സമ്പത്താണോ കേന്ദ്രമായിട്ട് വർത്തിക്കുന്നതെന്ന് ആലോചിക്കണം. പണം കൊടുത്ത് ദൈവത്തെ സ്വാധീനിക്കാമെന്ന് കരുതുന്ന രീതിയിൽ സ്വസ്ത്രക്കാഴ്ച കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവത്തെ പോലും പണത്തിന് കീഴ്പ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ ദൈവത്തിന് പണം വേണ്ട. പണം നമ്മൾക്ക് ജീവിത വ്യവഹാരം നടത്താൻ വേണ്ടി ദൈവം തന്നൊരു കാര്യമാണ്, ഉപാധിയാണ്. നമ്മുടെ ജീവിതം മുൻപോട്ട് പോകാനായിട്ട് നമുക്ക് ക്രയവിക്രയങ്ങൾ ആവശ്യമാണ്. ക്രയവിക്രയങ്ങൾ നടത്താൻ വേണ്ടി തന്ന സംവിധാനമാണ്. ആ സംവിധാനം ഉപയോഗിച്ച് ദൈവത്തെ തന്നെ കീഴ്പ്പെടുത്തുന്നു. ദൈവത്തിന് സമ്പത്ത് കൊടുത്ത് ദൈവത്തെ പ്രീണിപ്പിക്കാമെന്ന് കരുതുന്നു. സുവിശേഷം സമ്പത്തുണ്ടെങ്കിലേ നടക്കുമെന്ന് തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി സമ്പത്താർജിക്കുകയും പണം കൊണ്ട് സുവിശേഷം പറയാൻ കഴിയുമെന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് സാങ്കേതികതകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ കഴിയുക, എങ്ങനെയാണ് കൂടുതൽ പണം ഉപയോഗിച്ച് കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്നതിനെ സംബന്ധിച്ചാണ് നമ്മുടെ ചിന്തയെന്ന്. വാസ്തവത്തിൽ ഈ ലോകത്ത് നാം നേടുന്നതൊക്കെ നിസ്സാരങ്ങളാണെന്നും സമ്പത്ത് പ്രധാനപ്പെട്ട കാര്യമല്ലെന്നും തിരിച്ചറിയേണ്ടവരാണ് നമ്മൾ. വ്യക്തിബന്ധങ്ങളൊക്കെ തകരുന്നതിനകത്ത് സമ്പത്തിന്റെ ഇടപെടൽ ശക്തമായി നമുക്ക് കാണാൻ പറ്റും. സാമ്പത്തിക ആധിപത്യം നമ്മുടെ ജീവിതത്തെ ഗ്രസിക്കുന്നുണ്ട്. അതിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് കഴിയണമെങ്കിൽ വ്യക്തിപരമായി സമ്പത്തിനുള്ള നമ്മുടെ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാകണം. സമ്പത്ത് എനിക്കും നിങ്ങൾക്കും ഈ ലോകത്ത് ജീവിച്ചു പോകാനുള്ളതാണ്, ഉപജീവനത്തിനുള്ളതാണ്. ഉപജീവനം എന്നാൽ രണ്ടാമത്തെ ജീവനം ഒന്നാണ്, പ്രധാന ജീവനമല്ല. പ്രധാന ജീവനം ആത്മാവിന്റെ ജീവനമാണ്. ആത്മാവിന്റെ ജീവനം നിലനിൽക്കുന്ന സ്നേഹത്തിലാണ്. ആ സ്നേഹമാണ് ബന്ധങ്ങളെ പടുത്തുയർത്തുന്നത്. ആ ബന്ധത്തിലാണ് സഭ വിജയശ്രീലാളിതയാവുന്നത്. ആ ബന്ധത്തെ ഏറ്റവും നിഷ്കാമമായി, ഏറ്റവും നിഷ്കളങ്കമായി നമുക്ക് ഈ ലോകത്ത് അവതരിപ്പിക്കാൻ കഴിയുമ്പോഴാണ് സഭ ലോകത്തിന് മനസാക്ഷിയായും വിളക്കായിട്ട് മാറുക. ലോകത്തിന് വിളക്കായി മാറേണ്ട സഭ തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടുകയും ലോകത്തിന്റെ ന്യായാസനങ്ങളെ സമീപിക്കുകയും ചെയ്യേണ്ടി വരുന്നു എന്നത് ദൗർഭാഗ്യകരമല്ലേ? തർക്കങ്ങൾ ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് കൊറിന്ത്യർ ലേഖനത്തിൽ സ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നു. ആ തർക്കങ്ങളാകട്ടെ അപ്പോളോസാണോ പൗലോസാണോ വരുന്നതിനെ സംബന്ധിച്ചായിരുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് നടക്കുന്ന തർക്കം അപ്രകാരമുള്ളതല്ല. ഇന്ന് സമ്പത്ത് അതിനിടയിൽ വരുന്നുണ്ട്. സമ്പത്തും വ്യക്തിമാഹാത്മ്യവും ഒക്കെ തർക്ക വിഷയങ്ങളാകുന്നുണ്ട്. സ്ലീഹ അന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ നിങ്ങൾ ജഡിക മനുഷ്യർ തന്നെ. അസൂയയും തർക്കവും ഉണ്ടാകുന്നത് ജഡിക മനുഷ്യരായതുകൊണ്ടാണെന്ന് പറയുക. ആ തർക്കങ്ങൾ ന്യായാസനങ്ങളിലേക്കും പത്രമാധ്യമങ്ങളിലേക്കും വ്യാപിക്കുകയും ലോകം മുഴുവനും ദുർഗന്ധം പരത്തുകയും ചെയ്ത് നമുക്ക് കാണാം. പ്രകാശം പരത്തേണ്ട, സുഗന്ധം പരത്തേണ്ട സഭ ഇപ്രകാരം അന്ധകാരവും ദുർഗന്ധവും പരത്തുന്നതായിട്ട് മാറുന്നു. നമ്മുടെ ദേവാലയങ്ങൾക്ക് കാവൽ നിൽക്കാൻ പോലീസ് വേണ്ടിവരുന്നു എന്നത് എത്രത്തോളം ദൗർഭാഗ്യകരമാണെന്ന് ഓർക്കണം. പോലീസ് ദൈവത്തിന് കാവൽ നിൽക്കുന്നു. തമ്മിൽ തല്ലും തർക്കവും പെരുവഴിയിലേക്ക് നീങ്ങുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമായി കാണേണ്ടത് മൂല്യബോധത്തിൽ നിന്നുണ്ടായ ഇടിവാണ്. സ്നേഹം മൂല്യബോധമായിട്ട് മാറുമെങ്കിൽ, അവരന് വേണ്ടിയാണ് അവനവന് ഈ ലോകത്ത് നിലനിൽക്കുന്നതെന്ന് ബോധ്യമുണ്ടാകുമെങ്കിൽ, മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവരുടെ പാദം കഴുകുകയും ചെയ്യുന്നതാണ് ശുശ്രൂഷ എന്ന് കരുതാൻ കഴിയുമെങ്കിൽ നിശ്ചയമായിട്ടും തർക്കങ്ങളിലേക്ക് പോകാനിടയില്ല. തർക്കങ്ങൾ അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. തർക്കങ്ങൾ ആലോചിക്കുമ്പോൾ നീ എൻ്റെ ശത്രു അല്ലെന്ന് പറയേണ്ടി വരും, നീ എൻ്റെ പ്രതിദ്വന്ദ്വി അല്ലെന്ന് പറയേണ്ടി വരും, എന്നെക്കുറിച്ച് എതിരഭിപ്രായമുള്ള ഒരാളെയും എനിക്ക് അംഗീകരിക്കേണ്ടി വരും.
എന്നെക്കുറിച്ച് എതിരഭിപ്രായമുള്ള ഒരാൾക്കും നിലനിൽക്കാൻ അവകാശവും അവസരവും ഉണ്ട് എന്ന് പറയുമ്പോഴാണ് ജനാധിപത്യം ഉണ്ടാകുക. എന്നെക്കാൾ പ്രധാനം നീയാണെന്ന് പറയുമ്പോഴാണ് ദൈവാധിപത്യം ഉണ്ടാകുക. ദൈവാധിപത്യം മറ്റുള്ളവരുടെ മേൽ കുതിര കയറാനുള്ള ഒരു അധികാര ശക്തിയായി സ്വയം തെറ്റിദ്ധരിക്കരുത്. നമുക്കൊക്കെ ജീവിതത്തിൽ ഒരു സ്ഥാനമുണ്ട്, ദൈവം സ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അതൊന്നും തട്ടിപ്പാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്. അത് പൗരോഹിത്യത്തിലായാലും അധികാര സ്ഥാനങ്ങളിലായാലും ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്. ആ സ്ഥാനമൊക്കെ അവനവനെ മറ്റുള്ളവർക്ക് ശുശ്രൂഷയായി പകർന്നു കൊടുക്കാനുള്ളതാണെന്ന് തിരിച്ചറിയാതെ പോകുമ്പോഴാണ് അധികാര പ്രമത്തതയായിട്ട് മാറുന്നത്. എൻ്റെ കയ്യിൽ ദൈവം തന്നിട്ടുള്ള ദണ്ട് അവരെന്നെ പ്രഹരിക്കാനുള്ളതാണെന്നും അവരെന്നെ കീഴ്പ്പെടുത്താനുള്ളതാണെന്നും തെറ്റിദ്ധരിക്കുമ്പോൾ സഭ ഈ ലോകത്ത് അന്ധകാരത്തെ പ്രഘോഷിക്കുന്നതായിട്ട് മാറും. പ്രകാശം വരുത്തേണ്ട സഭയാണ്, അവരെ ശുശ്രൂഷിക്കേണ്ട സഭയാണ്, തങ്ങൾക്കെതിരായി മാറുമ്പോഴും ചേർത്ത് പിടിക്കേണ്ട സഭയാണ്. ഈ മനോഭാവത്തിനകത്ത് വ്യക്തിപരമായും സാമൂഹികമായും നമുക്കുണ്ടായിട്ടുള്ള ഇടിവുകൾ സഭയെ ഇന്ന് ദ്രോഹിക്കുന്നുണ്ട്, മുറിവേൽപ്പിക്കുന്നുണ്ട്. ഈ മുറിവുകൾ എന്നേക്കുമുള്ളതോ നിത്യനാശത്തിനുള്ളതല്ല. നരക കവാടങ്ങൾ പ്രബലപ്പെടാത്ത സഭയാണ്. അതുകൊണ്ട് അകത്തു നിന്നായാലും പുറത്തു നിന്നായാലും ഉണ്ടാകുന്ന ഏതുതരം ജീർണതയെയും അതിജീവിക്കാൻ ക്രിസ്തുവിന് കഴിയും. കാരണം അവന് മരണമില്ല, അവന്റെ ശരീരമാണ് സഭ. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. എവിടെയെങ്കിലുമൊക്കെ സമ്പത്താണ് പരമപ്രധാനമെന്ന് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ കരുതുന്നുവെങ്കിൽ നാം അവിടെ നിന്ന് വിശുദ്ധീകരിക്കപ്പെടുകയാണ് പ്രധാനം. ഓരോ വ്യക്തികളും അപ്രകാരം വിശുദ്ധീകരിക്കപ്പെടുകയും സമ്പത്ത് പ്രധാനമല്ലെന്നും സമ്പത്ത് കേന്ദ്രീകൃതമായല്ല ജീവിക്കേണ്ടതെന്നും യഥാർത്ഥത്തിൽ സ്നേഹത്തിൽ അധിഷ്ഠിതമായ, ത്യാഗത്തിൽ അധിഷ്ഠിതമായ, ക്ഷമയിലും സമർപ്പണത്തിലും അധിഷ്ഠിതമായ ജീവിതമുണ്ടാകലാണ് യഥാർത്ഥ ആത്മീയ ജീവിതമെന്നും സഭാത്മക ജീവിതമെന്നും എപ്പോൾ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുന്നുവോ അങ്ങനെ വ്യക്തികൾ തിരിച്ചറിയുന്നിടത്തു നിന്ന് മാത്രമേ യഥാർത്ഥത്തിൽ സഭയുടെ മുറിവുകൾ ഉണക്കാൻ കഴിയൂ. സഭയുടെ മുറിവുകളിൽ തൈലം പൂശണമെങ്കിൽ ദാരിദ്ര്യത്തിൽ ഉറച്ച ഹൃദയബോധ്യം നമുക്കുണ്ടാകണം. ദാരിദ്ര്യം എന്നത് അവനവൻ അധ്വാനിക്കാതെ മടിയനാവുമ്പോൾ ഉണ്ടാകുന്നതല്ലെന്നും അവരിന് വേണ്ടി കയ്യിലുള്ളവ കൊടുത്തു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ശൂന്യതയാണെന്നും തിരിച്ചറിയുകയും ഞാൻ എൻ്റെതല്ലെന്നും അവരന് വേണ്ടിയാണെന്നും വ്യക്തമായ ബോധ്യമുണ്ടാവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധമാകും. നമ്മുടെ ജീവിതം വിശുദ്ധീകൃതമാകുമ്പോൾ യേശുവിൻ്റെ ശരീരം ഈ ലോകത്ത് പ്രഘോഷിക്കപ്പെടും, പ്രകാശിതമാകും. ചിലറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ശ്രദ്ധിക്കണം. എന്ത് സമ്പത്തിനോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? സമ്പത്ത് നമ്മെ ഇക്കിളിപ്പെടുത്തുന്നതായിട്ട് മാറുന്നുണ്ടോ? സമ്പത്ത് നമ്മെ വ്യാമോഹിപ്പിക്കുന്നതായിട്ട് മാറുന്നുണ്ടോ? തിമോഥെയോസിന്റെ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 10-ാം തിരുവചനം വ്യക്തമായിട്ടത് പറയുന്നുണ്ട്. സമ്പത്താണ് എല്ലാ തിന്മകളുടെ മൂലം. എല്ലാ തിന്മകളുടെയും അടിവേര് ഈ സമ്പത്തിൽ ഉന്നതാണ്. സമ്പത്ത് മനുഷ്യനെ മനുഷ്യനല്ലാതായി കാണും, വ്യക്തിയെ വ്യക്തിയല്ലാതെ വ്യക്തിത്വത്തെ നിഷേധിക്കും. എന്നിട്ട് സമ്പത്ത് വസ്തുവൽക്കരിക്കും. അങ്ങനെ സമ്പത്ത് മനുഷ്യനെ വസ്തുവൽക്കരിക്കുന്നതിൻ്റെ അടയാളമാണ് നമ്മൾ സഭയിലാണെങ്കിലും സമൂഹത്തിലും കാണുന്ന എല്ലാ അപജയങ്ങളുടെയും കാരണം. സ്നേഹത്തിൽ അധിഷ്ഠിതമായ, മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരവും നമ്മുടെ സഭാത്മക ജീവിതവും നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തണം. അത്തരത്തിലൊരു ഓർമ്മയാണ് ഈ ലോകത്തിന്റെ മുൻപിൽ ക്രിസ്തുവിനെ അടയാളപ്പെടുത്താനായി നമ്മെ സഹായിക്കുക. അതുകൊണ്ട് സ്വയം പരിശോധിക്കണം. സ്വയം പരിശോധനയാണ് എല്ലാ പരിശോധനകളെക്കാളും അത്യന്താപേക്ഷികമായിട്ടുള്ളത്. ഞാൻ സമ്പത്തിൻ്റെ അടിമയാണോ, ദൈവത്തിൻ്റെ അടിമയാണോ? ഞാൻ ലോകത്തിന് വേണ്ടിയാണോ അതോ അവനവന് വേണ്ടിയാണോ? മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിതമെങ്കിൽ, സമ്പത്ത് ദൈവദാനമാണെങ്കിൽ അത് അവരന് വേണ്ടിയുള്ളതാണെന്നും ഞാനും എനിക്കുള്ളവയും എൻ്റെതല്ലെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോൾ മാത്രമേ സുവിശേഷമായി മാറാൻ പറ്റൂ, ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ പറ്റൂ. അപ്രകാരം ഹൃദയബോധ്യം ഉണ്ടാകട്ടെ. നവീകൃതമായ ആ മനോഭാവത്തോടെ നിരന്തരം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയായി ജീവിതം സമർപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കരുത്തുണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.